മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് നമസ്കാരം. ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ CPI യുവജന സംഘടനകൾ തെരുവിൽ. ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എങ്ങുമെത്താതെ CPM-ന്റെ അനുനയ നീക്കങ്ങൾ. CPI ആസ്ഥാനത്തെത്തി ബിനോയ് വിശ്വത്തെ കണ്ട് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര നയങ്ങൾ കേരളത്തിലും നടപ്പാക്കുമെന്ന് കെ സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ. സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ്. സ്വർണം പൂശി നൽകണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സമീപിച്ചതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. അറിയാവുന്ന കാര്യങ്ങൾ SIT-യോട് പറഞ്ഞെന്നും ഗോവർദ്ധൻ ന്യൂസ് 18-നോട്. Called me to Trivandrum to take my statement. I already gave the statement over there, and yesterday they visited Bellary also. In Bellary also given the same statement. Regarding the Dwarapalaka, they asked so many questions. What information I have, I will given to SIT. സ്വർണം കണ്ടെത്തിയെങ്കിൽ സന്തോഷമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. സർക്കാർ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെന്നും വാസവൻ. സ്വർണമോഷണത്തിൽ വാസവന്റെ പങ്ക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് BJP-യുടെ രാപ്പകൽ സമരം അവസാനിച്ചു. ഫുട്ബോൾ മിശിഹ കേരളത്തിലേക്ക് വരില്ല. ഫിഫയുടെ അനുമതിയില്ലെന്ന് സ്പോൺസർ ആൻഡ്രൂ അഗസ്റ്റിൻ. മാധ്യമങ്ങൾക്ക് പഴി. ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത് ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം. കളി മുടക്കാൻ ചിലർ ഫിഫയ്ക്ക് ഇമെയിൽ അയച്ചെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്റ്റേഡിയം ഇല്ലെന്ന ന്യായം പറഞ്ഞ് മുഖം രക്ഷിക്കാനും ശ്രമം. വർഷത്തിന് ശേഷം ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയിലേക്ക് G. സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി തോട്ടപ്പള്ളി നാൽച്ചിറ പാലത്തിന്റെ ഉദ്ഘാടന പോസ്റ്റർ. പാലം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി. പെരുമഴയിൽ തെക്കൻ കേരളത്തിൽ കനത്ത നാശം. തിരുവനന്തപുരം വെമ്പായത്തെ MC റോഡിൽ മരം വീണു. അരുവിക്കരയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും. നെയ്യാർ ഡാം തുറന്നു. ചുഴലിക്കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ്. സ്വർണ്ണ മെഡലുകളുമായി സംസ്ഥാന സ്കൂൾ കായികമേള കിരീടത്തിലേക്ക് തിരുവനന്തപുരത്തിന്റെ ജൈത്രയാത്ര. രണ്ടാമത് തൃശൂർ, മൂന്നാമത് മലപ്പുറവും പാലക്കാടും ഇഞ്ചോടിഞ്ച്. ട്രാക്കിലും ഫീൽഡിലും ആശങ്കയായി മഴ. വിശദമായ വാർത്തകൾ നോക്കാം. PM ശ്രീയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി CPI വിദ്യാർത്ഥി യുവജന സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് AISF-ഉം AIYF-ഉം നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSU-വും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. MOU പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
PM ശ്രീയുടെ പേരിൽ ഇടതുമുന്നണിക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി CPI ആസ്ഥാനത്തെത്തി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അതേ ദിനം തന്നെയാണ് CPIയുടെ പോഷക സംഘടനയായ AYFന്റെയും ASFന്റെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധം കടുത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തി. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്നും അല്ലാതെയും പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിപ്പോയത്. അതിന് സമാനമായ തരത്തിൽ തന്നെയാണ് KSU പ്രവർത്തകരും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന്റെ ഗേറ്റിന് സമീപത്തേക്ക് ഗേറ്റ് ചാടിക്കടത്താനുള്ള നീക്കം നടത്തിയത്. വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അവിടേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ കൂടുതൽ പോലീസ് എത്തി അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിലും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അതായത് സംസ്ഥാനത്തെ ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ASF ഉൾപ്പെടെ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നിലപാട് ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ ഇവിടെ തുടക്കമിട്ടിരിക്കുന്ന പ്രതിഷേധം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ സർക്കാരിനെതിരെ സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണിയുടെ പോഷക സംഘടനയുടെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുവെന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യത്തിന് കൂടിയാണ് PM ശ്രീയുടെ പേരിലുള്ള പ്രതിഷേധങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചൊല്ലി മന്ത്രിമാർ സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം പരസ്യ പ്രതിഷേധം തുടരുമ്പോഴും CPI നേതൃതലത്തിൽ ഒത്തുതീർപ്പെന്ന സൂചന. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ലെന്ന ഉറപ്പിൽ നിലവിലെ പ്രതിഷേധം മയപ്പെടുത്താമെന്ന നിലപാടിലാണ് CPI നേതൃത്വം. കരാർ ഒപ്പിടും മുൻപ് CPIയുമായി ചർച്ച ചെയ്യാത്തതിൽ CPM വീഴ്ച പരസ്യമായി അംഗീകരിക്കും. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ മുന്നണിയുമായി ഇടയുന്നതിലെ അപ്രായോഗികത കണക്കിലെടുത്താണ് പ്രശ്നത്തിൽ നിന്നുള്ള ഈ തലയൂരൽ തന്ത്രം. ഈ മാസം 27-ന് ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുൻപായി സമവായം സാധ്യമാക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായും മന്ത്രി GR അനിലുമായും ചർച്ച നടത്തി. ഞാൻ ബിനോയ് വിശ്വം സാറിനെ കാണാൻ വന്നു. GR മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. കരാറിന് പിന്നോട്ട് പോകും. ഇല്ല, അത് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. പിന്നെ അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. സ്വകാര്യ സംഭാഷണമായിരുന്നു, ഒരു ഔദ്യോഗികമായ ഒരു മുഖമില്ലേ? ഇനിയും ചർച്ച വേണ്ടിവരും. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാം. ഇനിയും ചർച്ച വേണ്ടിവരും. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് R കിരൺ ബാബു. കിരൺ, CPIയെ സംബന്ധിച്ച് ഈ പ്രശ്നം ഒത്തുതീർപ്പായേ പറ്റൂ. അവരെ സംബന്ധിച്ച് മറ്റു വഴികളില്ലല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ. ആ ഒത്തുതീർപ്പ് എങ്ങനെ സാധ്യമാവും? ഇരുപക്ഷത്തിനും വലിയ മോശമില്ലാതെ, അല്ലെങ്കിൽ ഇരുപക്ഷത്തിനും വലിയ ക്ഷീണമില്ലാതെ ആ ഒത്തുതീർപ്പിലേക്ക് എങ്ങനെ എത്തുമെന്നാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള എന്തെങ്കിലും ഫോർമുല തയ്യാറായിട്ടുണ്ടോ? ശ്രീജ, ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ CPI പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി നൽകുക. അത്തരമൊരു ഈ PMC പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന്. രണ്ട്, CPIയുമായി മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഇത്തരമൊരു കരാറിലേക്ക് പോയതിലെ തെറ്റ്, അതിന്റെ വീഴ്ച പരസ്യമായി തന്നെ അംഗീകരിക്കുക. ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും CPI ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. CPM വ്യക്തമാക്കിയത് ഈ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി കരാറിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെ ഒരു നിലപാട് ആലോചിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ CPIയെ സംബന്ധിച്ച് ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുപോവുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രതിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിയമസഭ
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക തലത്തിൽ സീറ്റ് തർക്കമാണ് ഏറ്റവും വലിയ മുന്നണിയുടെ തലവേദന. പഞ്ചായത്തിലെ സീറ്റൊക്കെ കഴിഞ്ഞ തവണ ജനറൽ സീറ്റായത് ഇത്തവണ ചിലപ്പോൾ വനിതാ സംവരണ സീറ്റാവും, ചിലത് പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റാവും ഒക്കെ. അപ്പോൾ ഈ സീറ്റുകൾ എപ്പോഴും മുന്നണിക്ക് ഇന്ന സീറ്റ് ഇന്ന മുന്നണിക്ക് മത്സരിക്കുന്നു എന്ന് നിയമസഭയിലെ പോലെ സ്ഥിരമായി മത്സരിക്കുന്ന സംവിധാനമല്ല ഉള്ളത്. ഓരോ വർഷവും സീറ്റുകളുടെ ഏതൊക്കെ സീറ്റ് CPI സീറ്റിൽ മത്സരിക്കുന്നു, CPM സീറ്റിൽ മത്സരിക്കുന്നു ഒക്കെ ആലോചിച്ചും ചർച്ച ചെയ്തുമൊക്കെയാണ് തീരുമാനിക്കുന്നത്. പ്രാദേശിക തലത്തിൽ പല സ്ഥലങ്ങളിലും CPI ഇല്ലാതെ തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് CPMന്റെ പല പ്രാദേശിക ഘടകങ്ങളും. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് CPMന്റെയും CPIയുടെയും ജില്ലാ ഘടകങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റാറ്റസ് കോ ഒക്കെ നിലനിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം CPMുമായി ഇപ്പോഴത്തെ തർക്കത്തിന് പുറത്ത് മാറി നിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് CPMനെ തോൽപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്നൊരവസ്ഥ പല സ്ഥലത്തും ഇല്ല എന്നതുകൊണ്ട് അപ്പോൾ ആകെ CPIയുടെ മെമ്പർമാരുടെ എണ്ണത്തിലൊക്കെ വല്ലാത്ത കുറവുണ്ടാവും. അങ്ങനെ കുറവുണ്ടായി കഴിഞ്ഞാൽ അത് അടുത്ത 5 വർഷത്തേക്ക് CPIക്ക് പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ഒരു സ്ഥലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടെങ്കിൽ അതുവഴി പാർട്ടിയെ വളർത്താനുള്ള അല്ലെങ്കിൽ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള വലിയ സഹായമാണ്. അത് ഇല്ലാതായി പോകുന്നത് CPI ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മുന്നണിയിൽ നിന്ന് വിട്ടുപോകുക അല്ലെങ്കിൽ മുന്നണിയെ കടുത്ത പ്രതിഷേധത്തിലേക്കാക്കി പ്രതിസന്ധിയിലേക്ക് പോകുക എന്നത് CPI നേതൃത്വം ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് അവർ നീങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ വി ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായും അതോടൊപ്പം തന്നെ GR അനിലുമായിട്ടും ഒക്കെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. 27-ാം തീയതിയാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ നടക്കുന്നത്. ഈ എക്സിക്യൂട്ടീവിന് മുമ്പ് CPIക്ക് കൂടി മാന്യമായി തലയൂരാൻ കഴിയുന്ന അല്ലെങ്കിൽ CPIയുടെ അഭിമാനത്തിന് കാര്യമായ ക്ഷതം ഏൽക്കാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാവേണ്ടതുണ്ട്. അക്കാര്യത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പുണ്ടാവേണ്ടതുണ്ട്. അക്കാര്യത്തിലുള്ള ഒരു പ്രാഥമിക ചർച്ചയാണ് ഇന്നിപ്പോൾ വി ശിവൻകുട്ടിയും ബിനോയ് വിശ്വവുമായി നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന് ശിവൻകുട്ടി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ പണം ബലി കഴിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് ഇപ്പോൾ സർക്കാരിന് കഴിയില്ല എന്നത് പറഞ്ഞിട്ടുണ്ട്. CPI ഉന്നയിച്ച 2 ആവശ്യങ്ങൾ അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ CPMനുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് പറയും. കാരണം പ്രായോഗികമായി തന്നെ CPMന് ആ തരത്തിൽ പറയാൻ കഴിയും. ഈ കരാർ ഒപ്പിട്ടാലും ഈ അക്കാഡമിക് ഇയർ കഴിയുന്നതുവരെ ഈ മെയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ അക്കാഡമിക്കായ ഒരു ഇടപെടലിന് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് പോലും കേന്ദ്ര സർക്കാരിനടക്കം കഴിയില്ല. കരാർ ഒപ്പിട്ടാലും ഇനി ഏതൊക്കെ സ്കൂളുകളെന്ന് കണ്ടെത്തണം, ആ സ്കൂളുകളുടെ നിർമ്മാണം, ഇതെല്ലാം അടുത്ത അധ്യയന വർഷം മാത്രം തുടങ്ങേണ്ട അവസ്ഥയാണ്. സർക്കാരിനെ സംബന്ധിച്ചും ആ പണം ഇപ്പോൾ ഉടനെ തന്നെ കിട്ടി എന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ സർവ്വശിക്ഷാ അഭിയാന്റെ പണം, സർവ്വശിക്ഷ കേരള എന്ന് പറയുന്ന SSKയുടെ പണം കിട്ടുക എന്നുള്ളതാണ് സർക്കാരിനും ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ ഒരു നയപരമായ ഉറപ്പ് നൽകുന്നതിന് CPMന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല. എന്നു മാത്രമല്ല CPMന്റെയും CPIയുടെയും ദേശീയ കമ്മിറ്റികളുടെ നിലപാട് അത് പലതവണ അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് RSS അജണ്ടയാണ്. ഇത് ഏതെങ്കിലും വിദ്യാഭ്യാസ കമ്മീഷനൊന്നും തയ്യാറാക്കിയതല്ല, RSSകാർ തയ്യാറാക്കിയ ഒന്നാണ്. അത് അടുത്ത തലമുറ വിദ്യാർത്ഥികളെ ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പാവപ്പെടുത്താൻ വേണ്ടിയുള്ള ഒന്നാണ്. അതിനെ അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് അത് ആവർത്തിച്ച് ഇവിടെ വ്യക്തമാക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ CPMന് നയപരമായ തടസ്സമില്ല. രണ്ടാമത്തെ വിഷയം, മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടു എന്നുള്ളതാണ്. അതിപ്പോൾ ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടതെന്ന ന്യായം വന്നു കഴിഞ്ഞു. അക്കാര്യത്തിൽ ചില വീഴ്ചകളുണ്ടായി അല്ലെങ്കിൽ അക്കാര്യത്തിൽ ചില ശ്രദ്ധക്കുറവുണ്ടായി എന്ന തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണങ്ങൾ അത് മുഖ്യമന്ത്രി തന്നെ പറയണമെന്നാണ് ഇപ്പോൾ CPI ആവശ്യപ്പെടുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അല്ലെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മുന്നണി കൺവീനറോ ആരെങ്കിലും ആ തെറ്റ് തുറന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ CPI വഴങ്ങാം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ധാരണ പൂർണ്ണമായി നടപ്പാക്കണമെങ്കിൽ 27 നടക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി ഇത് അംഗീകരിക്കണം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ രീതി നമുക്കറിയാം. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അങ്ങനെ നേതൃത്വം പറയുന്നതെല്ലാം അപ്പടി അത് അംഗീകരിക്കുന്ന ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് അല്ല ഉള്ളത്. ബിനോയ് വിശ്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തുന്ന നിരവധി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളെ കൂടി അതിജീവിച്ചുകൊണ്ട് CPIക്ക് കൂടി മാന്യമായ രീതിയിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താം എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏറെക്കുറെ ആ ധാരണയ്ക്ക് ഇപ്പോൾ കാര്യമായ വിഘാതങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 27-ാം തീയതിക്ക് മുമ്പായി തന്നെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതി വഴി നടപ്പാക്കുന്നത് RSS അജണ്ടയെന്ന് AYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ. വിഷം വിദ്യാഭ്യാസത്തിലൂടെ കലർത്താനാണ് ശ്രമം. AIYF അഭിപ്രായം പറയുന്നത് കൊടി നോക്കിയല്ല, വരാനിരിക്കുന്ന തലമുറയെ ബാധിക്കുന്ന നെറികേടിനെതിരെയുള്ള പോരാട്ടമാണെന്ന് അരുൺ അവകാശപ്പെട്ടു. ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള വിഷയമാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ക്യാബിനറ്റിൽ പോലും വെക്കാതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആലോചിക്കാതെ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെയായി വളരെ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക്
എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം. ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം. അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് NEP-ക്ക് എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ, ഒരു ഇടതുപക്ഷ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സ്തബ്ധരായി പോയി. NEP-യുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനമുണ്ടായി എന്ന് ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. PM ശ്രീ വിഷയം കൃത്യമായി പഠിക്കാൻ മന്ത്രിമാരായ കെ രാജനെയും പി പ്രസാദിനെയും ചുമതലപ്പെടുത്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. 27 നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പദ്ധതി എന്തുകൊണ്ട് എതിർത്തു എന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീ പദ്ധതിക്കായി എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദം ചെലുത്തുന്നു. 10-ാം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. 16-ന് ഒപ്പുവെച്ചിട്ടാണ് മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ചത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യങ്ങൾക്ക് CPM മറുപടി നൽകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവയ്ക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്? PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനാവില്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ഇന്നലെ ടൂറിസം മിനിസ്റ്റർ സംസാരിച്ചു, പിന്നെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാർ സംസാരിച്ചു. ആ കാര്യം സംബന്ധിച്ചും അവർ സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ആ വിഷയം സംസാരിച്ചു. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മന്ത്രിസഭാ യോഗത്തിനകത്തെ കാര്യമൊന്നും ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറയാൻ പാടില്ല. ആ സംഭവം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അല്ലെങ്കിൽ പരിശോധിക്കുന്നൊക്കെ അവർ പറഞ്ഞിട്ടില്ല. വേറെ അതിനപ്പുറം ആർക്കും പറയാനില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചേ മതിയാകൂ എന്ന് മന്ത്രി J ചിഞ്ചുറാണി 2 തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നു. 27-ന് നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തീരുമാനം പറയും. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം പോയത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവിന് ശേഷം പറയാം. UDF-ലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും CPIക്കില്ലെന്നും ചിഞ്ചുറാണി കട്ടപ്പനയിൽ പറഞ്ഞു. 2 പ്രാവശ്യം കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത് അജണ്ടയായിട്ട് വരികയും ഞങ്ങൾ അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഇത് എങ്ങനെയാണ് പോയി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇത് ആരും ഒപ്പിട്ട് വിട്ടു എന്നുള്ളതോ അത് കേന്ദ്രം എങ്ങനെയാണ് ഇത് അംഗീകരിച്ചെന്നുള്ളതോ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ കൂടിയിരുന്നു. ഈ വരാൻ പോകുന്ന 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടാൻ പോവുകയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. മുന്നണി മര്യാദ എല്ലാ കക്ഷികളും പാലിക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മുന്നണിയിൽ പറയാനുള്ളത് മുന്നണിക്കുള്ളിൽ പറയണം, മന്ത്രിസഭയിൽ പറയാനുള്ളത് മന്ത്രിസഭയിൽ പറയും. കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി പറയാനില്ലെന്നും മന്ത്രി പറഞ്ഞു. മുന്നണി കാര്യങ്ങൾ, നയപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ കുറേ കൂടി ജാഗ്രത വേണമെന്നാണ് ഇത് ഓർക്കുന്നത്. അത് മുന്നണി സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനമെടുക്കും. മറ്റുള്ളവരൊന്നും പ്രതീക്ഷിക്കുന്ന പോലെയും നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്ന പോലെയും അതൊക്കെ അഭിപ്രായങ്ങളാണ്, അന്തിമ തീരുമാനമല്ല. അഭിപ്രായ പ്രകടനങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പാർട്ടികളിൽ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പണ്ടത്തെ പോലെയല്ല, മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞതും മാധ്യമങ്ങളിൽ വരുമ്പോൾ അതൊന്നും പാർട്ടിയുടെ ആത്യന്തികമായ തീരുമാനം എന്താണെന്നുള്ളതാണ്. ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന തീരുമാനമാണ് മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം. അപ്പോൾ അത്തരം രീതികളാണ് പ്രയോജനപ്പെടുത്തേണ്ടത്.
അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പത്രങ്ങളോട് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എൻ്റെയോ NCPയുടെ അഭിപ്രായം മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ക്യാബിനറ്റിൽ പറയേണ്ടി വരുമ്പോൾ ക്യാബിനറ്റിലെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും, മുന്നണിയിൽ പറയുമ്പോൾ മുന്നണിയിൽ പോകുന്ന പ്രതിനിധികൾ നിലയ്ക്ക് ഞങ്ങളും അവിടെ ഉന്നയിക്കും. എനിക്കാണെങ്കിൽ 10-40 വർഷമായി സ്ഥിരമായി മുന്നണിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവമുള്ള ഒരാളാണ്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന നയമാണ് ഞങ്ങൾക്കുള്ളത്. ആ നയത്തിൽ തന്നെ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയില്ല. PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി CPI തർക്കമെന്ന നിലയിൽ കാണേണ്ടതില്ലെന്ന് KK ശൈലജ. NEPക്കെതിരെ CPIക്കും ഒരു നയമുണ്ട്. ഒപ്പിട്ടാൽ അത് NEPക്ക് കീഴടങ്ങലല്ല. NEPയിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും KK ശൈലജ പറഞ്ഞു. CPIയും തമ്മിൽ അങ്ങനെ വലിയ പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ? പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും കാണേണ്ടത് കേരളം അനുഭവിച്ചു വരുന്ന സുരക്ഷിതത്വത്തിന്റെ മേലെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടി വീഴുന്നത്. അപ്പോൾ അതെല്ലാം മറന്നിട്ട് ഇവിടെ എന്തോ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പൊളിക്കാൻ കിട്ടിയ ഒരു സാഹചര്യം എന്ന് കരുതി CPI ഇതൊരു വിഷയമേ അല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമാവേണ്ടത് എന്താ? PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം നിർബന്ധിക്കുന്നു. നടപ്പിലാക്കിയില്ലെങ്കിൽ SSKയുടെ അടക്കമുള്ള പദ്ധതി വിഹിതം തരില്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ചിന്തയുടെ പോയിന്റ് പ്രധാനമായിട്ടുള്ള കുന്തമന തിരിയേണ്ടത് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ ചിലത് അടിച്ചേൽപ്പിക്കുന്നു. സംസ്ഥാനത്തിന്റെ ജനാധിപത്യത്തിന് PM ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്ര നയങ്ങൾ കേരളത്തിലും നടപ്പാക്കുമെന്ന് BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും സംസ്ഥാന സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. പണം വാങ്ങിയെടുക്കാനുള്ള അടവ് നയമായി മുന്നോട്ട് പോകാനാകില്ല. VD സവർക്കറും ഹെഗ്ഡേവാറും അടക്കമുള്ളവർ കേരളത്തിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു, ഞങ്ങൾ പക്ഷെ കാശ് വാങ്ങിക്കും, കേന്ദ്ര നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വീണ്ടും ആളുകളെ കബളിപ്പിക്കാനാണ്. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം, എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തില്ല. ഞങ്ങളൊരു നയം ഒരു അടവ് നയം, പൈസ ഇങ്ങ് വാങ്ങിയെടുക്കാം. പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും. നിങ്ങൾ VD സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. CPIക്കെതിരെ പരിഹാസവുമായി K. സുരേന്ദ്രൻ. CPI കുരയ്ക്കും, പക്ഷേ കടിക്കില്ല. പറഞ്ഞതെല്ലാം മാറ്റിവെക്കേണ്ടി വന്നവരാണ് CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ വരുമ്പോൾ മാത്രമാണ് CPI എതിർപ്പുയർത്തുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. CPIയെ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി ഈ രാജ്യത്ത് വേറെ ഉണ്ടോ? CPI എപ്പോഴും കുറയ്ക്കും, പക്ഷെ കടിക്കില്ല. CPIക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം അതാണ്. CPI കുറയ്ക്കും, കടിക്കില്ല. കാരണം ബിനോയ് വിശ്വത്തിന്റെ വകുപ്പുകളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. CPIയുടെ വകുപ്പ് എല്ലാം അക്ഷരം പ്രതി അണപായി തീർത്ത് കാശും വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി. വിദ്യാഭ്യാസ വകുപ്പിലെ കാശും അതുപോലെ പദ്ധതിയും നടപ്പാക്കണ്ട എന്ന് ഇവർ പറയുമ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാവുന്നത്? സംസ്ഥാനത്തിൽ എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത്? ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ
നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം സ്വർണം പൂശി നൽകിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുത്തു. ശബരിമലയിലെ വാതിൽപ്പാളിയിൽ സ്വർണം പൂശി നൽകണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സമീപിച്ചതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ പറഞ്ഞു. സ്വർണം പൂശിയതിനു ശേഷം ബെല്ലാരിയിൽ പ്രദർശനത്തിനും വെച്ചു. അവിടെ ദർശനത്തിന് 1000-ഓളം പേരെത്തി. SIT കേരളത്തിലേക്ക് വിളിപ്പിച്ചിരുന്നു. അറിയാവുന്ന കാര്യങ്ങളെല്ലാം SITയോട് പറഞ്ഞു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ഗോവർദ്ധൻ ന്യൂസ് 18നോട് പറഞ്ഞു. I don't know anything about all these things, and regarding this wait list of Dwarapalaka, I don't have any idea regarding this. SIT called me to Trivandrum to take my statement. I already gave the statement over there, and yesterday they visited Ballari also. In Ballari also given the same statement. Regarding the Dwarapalaka, they asked so many questions. What information I have, I have given to SIT. Now the case is in investigation period, so they don't want to make any obligation. I am supporting SIT. I am fully details I have given to SIT. All the documents related to this door and donations from my side, all the things I have given to SIT. Whenever SIT calls, I definitely go there, and I'll go there and I'll explain once again. If they require my statement, definitely I go and explain. ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലും ബംഗളൂരു ശ്രീരാംപുരയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും SIT റെയ്ഡ് നടത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഉന്നതർക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നും PS പ്രശാന്ത് ആവശ്യപ്പെട്ടു. എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കും. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു കിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ട, അത് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ഉത്തരവുകൾ. ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ്, ആദ്യത്തെ ഉത്തരവ് എന്താ, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ്. പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മട്ടിലേക്ക് വരുന്നത്. അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ റജിലാലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 ഉത്തരവിലും ഒരു സംശയമില്ല, ഒരേ പാറ്റേണിലും ഒരേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ കഴിഞ്ഞ ആഴ്ച ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ബെല്ലാരിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ജ്വല്ലറിയിൽ പരിശോധന നടത്തിയത്. അതേസമയം താൻ ഒരു തരത്തിലും ആരെയും കബളിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നും കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി ശബരിമലയിൽ വന്നു പോകാറുണ്ടെന്നും താനും ഒരു വലിയ അയ്യപ്പ ഭക്തനാണെന്നും ശബരിമലയ്ക്ക് തന്നാലാവുന്ന സംഭാവനകൾ പലപ്പോഴായി നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു ന്യൂസ് 18നോട് ഗോവർദ്ധനൻ നടത്തിയ പ്രതികരണം. ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായി ഗോവർദ്ധനുമായി വീണ്ടും അന്വേഷണ സംഘം വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അതേസമയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ പരസ്യമായ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഗോവർദ്ധന് ഇത് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കിയാണോ അത് സ്വീകരിച്ചത് എന്ന കാര്യത്തിലടക്കം അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് ഈ സ്വർണം കൈമാറിയത് എന്നാണ് വിവരം. അതേസമയം ഗോവർദ്ധനെ പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന മൊഴി ഇദ്ദേഹം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായാണ് വിവരം. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരുന്നു ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധമെന്ന് അറിയാനുള്ള നീക്കവും SITയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതേസമയം തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഗോവർദ്ധനുമായോ ഒന്നും മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നായിരുന്നു PS പ്രശാന്ത് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായി തന്നെ സഹകരിക്കും. തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘം ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാലും ബോർഡ് അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ച മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇനി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ടാകുക. അതിന് മുൻപ് തന്നെ ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ
തന്നെ ശബരിമല സന്നിധാനത്തുൾപ്പെടെ അടിയന്തരമായി ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി പോറ്റിയെ എത്തിക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ബെല്ലാരിയിൽ നിന്നുൾപ്പെടെയുള്ള ഈ സ്വർണം പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് SIT കടന്നിരിക്കുന്നത്. അതിനിടെ ബംഗളൂരുവിലെ ശ്രീറാംപൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെ അവിടെ നിന്ന് ചില രേഖകളും വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ബെല്ലാരിയിൽ നിന്നും സ്വർണം കണ്ടെത്തിയെങ്കിൽ സന്തോഷമെന്ന് മന്ത്രി VN വാസവൻ. സംസ്ഥാന സർക്കാർ പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറ്റ് ക്ഷേത്രങ്ങളിലും ആധികാരികമായ തെളിവ് വരികയാണെങ്കിൽ അന്വേഷണം നടത്തും. ബോർഡാണ് അത്തരം വിഷയങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതും നടപടിയെടുക്കേണ്ടതുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുളെങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നത്. കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോടീശ്വരന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയതെന്നും സതീശൻ പറഞ്ഞു. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി. അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റല്ലേ? ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം. ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും 100% ശരിയാണെന്ന് കോടതിയും പറഞ്ഞു. അന്വേഷണത്തിലും വെളിവായിക്കൊണ്ടിരിക്കുക. ശബരിമല സ്വർണ്ണ കവർച്ച വിവാദത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധനകൾ തുടങ്ങി. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കൾ പരിശോധിച്ചിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം അപഹരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരി ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുന്നത്. മുൻപ് ശബരിമലയിലെ താത്കാലിക സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ആറന്മുളയിലും പരിശോധനയ്ക്കെത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ശബരിമലയിൽ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള അമൂല്യങ്ങളായ വസ്തുക്കളുടെയും തിരുവാഭരണങ്ങളുടെയും കണക്കെടുപ്പാണ് പരിശോധനയിലൂടെ നടത്തുന്നത്. വഴിപാടിന്റെ ഭാഗമായി ഭക്തർ സമർപ്പിച്ച സ്വർണം, വെള്ളി, ചെമ്പുരുപ്പിടികളും പൂജാപാത്രങ്ങളും സൂക്ഷിക്കുന്നത് ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലാണ്. തിരുവാഭരണ കമ്മീഷണർ R റജിലാൽ, ദേവസ്വം സ്മിത്ത്, വിജിലൻസ് SP D സുനിൽകുമാർ, ലോക്കൽ ഫണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ രമ എന്നിവർ പരിശോധനയ്ക്കുണ്ടായിരുന്നു. ശബരിമലയിലെ പരിശോധനയിൽ രജിസ്റ്ററിലും മഹസറിലും സ്റ്റോക്കിലും വൈരുദ്ധ്യം കണ്ടെത്തിയിരുന്നു എന്നാണ് വിവരം. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെ രജിസ്റ്ററും മഹസറും പരിശോധിച്ച് സ്റ്റോക്കുമായി ഒത്തുനോക്കിയ ശേഷം പ്രത്യേകം പട്ടിക തയ്യാറാക്കി മൂല്യവും തൂക്കവും രേഖപ്പെടുത്തും. പരിശോധന പൂർത്തിയാക്കിയ ശേഷം ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. 4.5 വർഷത്തിന് ശേഷം ആദ്യമായി ആലപ്പുഴയിലെ ഒരു സർക്കാർ പരിപാടിയിൽ G സുധാകരന്റെ ചിത്രവും. പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത്. 27 നടക്കുന്ന തോട്ടപ്പള്ളി 4 ചിറ പാലത്തിന്റെ ഉദ്ഘാടന പോസ്റ്ററിലാണ് ചിത്രം. മുഖ്യമന്ത്രിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം.
ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നിരവധിയാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ളത്. ഉദ്ഘാടന പരിപാടികളിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കാറില്ല എന്ന് മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുൻ മന്ത്രിമാരുടെ വിവരങ്ങളടങ്ങുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് അവതരണം പോലും ഉദ്ഘാടന വേളകളിൽ ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ വായിക്കാൻ അനുവദിക്കാറില്ല. നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതോടെ ജി സുധാകരൻ പ്രത്യക്ഷാതൃപ്തി സംഭവങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിലവിൽ ജി സുധാകരനെതിരെയുള്ള അമ്പലപ്പുഴയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളും അതിനെതിരെയുള്ള സുധാകരന്റെ മറുപടികളുമെല്ലാം പാർട്ടി നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലെ CPM പ്രവർത്തകർക്കിടയിൽ തന്നെ സുധാകരനെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങളെ സംബന്ധിച്ച് പരസ്യ എതിർപ്പുകൾ ഉയർന്നു വന്നതോടെ പാർട്ടിയെയും സുധാകരനെയും തമ്മിൽ അകറ്റാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന പരസ്യ പ്രതികരണവുമായി ജില്ലാ സെക്രട്ടറി R. നാസറിന് തന്നെ രംഗത്ത് വരേണ്ടി വന്നു. പിന്നാലെ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ചയും നടത്തി. കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും ജി സുധാകരനെ സന്ദർശിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ബാക്കിപത്രമായി വേണം കരുതാൻ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തന്നെ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ജി സുധാകരനെ ഉൾപ്പെടുത്തിയുള്ള ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ പൊതുമരാമത്ത് വകുപ്പ് ഇറക്കിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്ന തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന് 50 കോടിയും അതിലൂടെ കടന്നുപോകുന്ന കരുമാടി റോഡിന് 90 കോടിയുമായിരുന്നു കഴിഞ്ഞ സർക്കാർ അനുവദിച്ചത്. 75% നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. പരിപാടിയിൽ ക്ഷണിച്ചില്ലെങ്കിൽ സുധാകരന് പ്രത്യേകം സ്വീകരണമൊരുക്കാൻ പ്രദേശവാസികൾ തയ്യാറെടുത്തിരുന്നു. അതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. വിവാദങ്ങൾ തുടരുന്നതിനിടെ MLA രാഹുൽ മാങ്കൂട്ടവും പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും ഒരേ വേദിയിൽ. സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് കോൺക്രീറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്ന BJP നിലപാട് നിലനിൽക്കെയാണ് പ്രമീള ശശിധരൻ രാഹുലിനൊപ്പം വേദി പങ്കിട്ടത്. ആരാധകരെ നിരാശരാക്കി അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെയും സൂപ്പർ താരം ലയണൽ മെസ്സിയുടെയും കേരളത്തിലേക്കുള്ള വരവ് ഉണ്ടാവില്ല. അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം. നവംബർ 17-ന് മെസ്സി നയിക്കുന്ന അർജന്റീന ടീം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഫിഫയിൽ നിന്നുള്ള അനുമതി കിട്ടാത്തതാണ് അർജന്റീന ടീം വരാത്തതിന് പിന്നിലെന്നും മാർച്ചിൽ മെസ്സി വരുമെന്നും സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ പറയുന്നു. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജൻറ്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ നമുക്ക് അവരെ സ്ക്വാഡിനെ തന്നു, അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു, നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി, ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും, അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് കിട്ടിയത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. അതേസമയം മെസ്സിയുടെ വരവ് മുടക്കാൻ നമ്മുടെ നാട്ടിലെ ചിലർ മെയിൽ അയച്ചെന്ന വിചിത്രമായ മറുപടിയായിരുന്നു കായിക മന്ത്രി V. അബ്ദുറഹ്മാന്റേത്. ഇപ്പോൾ ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകളായിട്ടാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. MG മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. മെസ്സിയും അർജന്റീന ടീമും
കേരളത്തിലേക്ക് വരില്ല, ഈ വർഷം വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സ്പോൺസർ ആന്റോ അഗസ്റ്റിന്റെ വാക്കുകൾ വിശ്വസിച്ച ആരാധകർക്ക് കടുത്ത നിരാശ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു വിവരം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫിഫ അനുമതി നൽകുന്നത് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് അനന്തമായി വൈകുന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ വിൻഡോ ഓപ്പൺ ആയതിൽ ഈ മത്സരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം 2026 മാർച്ചിലെ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അടുത്ത മാർച്ചിൽ ഈ കേരളത്തിലേക്ക് അർജന്റീനയും ഒപ്പം തന്നെ മെസ്സിയും വരുന്ന ഒരു മത്സരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്ന ഒരു FB പോസ്റ്റ് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനു പിന്നാലെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ മാധ്യമപ്രവർത്തകരെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ പഴിചാരിക്കൊണ്ടുള്ള ചില പ്രതികരണം മാത്രമായിരുന്നു നടത്തിയത്. അതായത് ഫിഫയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളി നടക്കാതെ പോയത്, മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കാലയളവിലെല്ലാം താൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും മെസ്സി വരില്ല എന്ന് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകി, അത് അങ്ങനെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ള ഒരു പരാമർശമായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റൊന്ന്, ഈ സ്റ്റേഡിയം നവീകരണം അത് ദ്രുതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം പലതവണ ആന്റോ അഗസ്റ്റിൻ തന്നെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള കാര്യം അത് ഈ സ്റ്റേഡിയം നവീകരണത്തിന്റെ കാലതാമസം ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കണ്ടും നമ്മളോടും തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ വാക്കുകളാണ്. അത് വളരെ വിചിത്രമായ ചില വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സ്റ്റേഡിയമാണ് വില്ലനായത്, സ്റ്റേഡിയത്തിലെ പണി പൂർത്തീകരിക്കാൻ ആയില്ല, ഈ കുറഞ്ഞ കാലയളവിൽ എങ്ങനെ പണിയൊക്കെ തീർത്ത് അനുമതി നേടാനാകുമെന്നുള്ള ചോദ്യം ഇങ്ങോട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അത് തന്നെയായിരുന്നു നമ്മൾ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പണി തീർക്കാനാകുമെന്നുള്ളത്. പക്ഷേ അപ്പോഴും അതെല്ലാം സ്പോൺസർമാരും അതിൻ്റെ അധികൃതരും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മെസ്സി നവംബർ 17 തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത് തട്ടും, ആരാധകർക്ക് ഒരു തരത്തിലും നിരാശരാകേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് മന്ത്രിയും പറഞ്ഞതാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ സ്റ്റേഡിയത്തിന് പുറമെ മറ്റൊരു ചില വിചിത്ര വാദങ്ങൾ കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് ചിലർ, നമ്മുടെ നാട്ടിലുള്ള ചിലർ ഫിഫയ്ക്ക് മെയിൽ അയച്ചു, ഒരു തരത്തിലും അർജന്റീന ടീം ഇവിടേക്ക് വരരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതാണ് മറ്റൊരു കാരണമായി, അല്ലെങ്കിൽ ഈ ഇപ്പോൾ മെസ്സിയും അർജന്റീനയും ഈ വിൻഡോ ഓപ്പൺ ആയ സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള പ്രധാന കാരണമായി മന്ത്രി പറയുകയും ചെയ്യുന്നത്. ഇതൊക്കെ സാമാന്യം ബോധമുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രതികരണമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ മറ്റൊരു കാര്യം കൂടി സ്പോൺസർ പറയുന്നുണ്ട്. അതായത് അടുത്ത വർഷം 2026 മാർച്ച് മാസത്തിൽ അടുത്ത വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിൽ അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമായിരുന്നു എതിരെങ്കിൽ അന്ന് ആരുമായി കളിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, 2026 ലോകകപ്പ്, ഫിഫ ലോകകപ്പ് മത്സരം ജൂണിൽ നടക്കാൻ പോവുകയാണ്, 2026 ജൂണിൽ. അപ്പോൾ മാർച്ച് മാസത്തിൽ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഈ 2 മാസത്തിന് മുന്നോടിയായി എങ്ങനെ കേരളത്തിൽ വന്ന് മെസ്സിയും ഒപ്പം തന്നെ അർജന്റീനൻ ടീമും വന്ന് കളിക്കുമെന്നുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വന്ന് കളിക്കാൻ അവർ തയ്യാറായാൽ പോലും തന്നെ മറ്റേത് ടീമായിരിക്കും വരാൻ പോകുന്നത്, അപ്പോൾ മെസ്സി ഉണ്ടാകുമോ ഈ ടീമിൽ എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മാർച്ച് മാസത്തിലെ 2 സൗഹൃദ മത്സരങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അതിൽ ഒരു മത്സരത്തിൽ സ്പെയിനുമായി അർജന്റീന ടീം കളിക്കുമെന്നുള്ളതാണ്. ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് വന്നില്ല എങ്കിൽ പോലും തന്നെ സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി സ്പെയിനുമായി ഖത്തറിൽ ആദ്യ മത്സരം കളിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ മത്സരത്തിന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിലാകുമോ എന്നുള്ളതാണ്. അത് സ്പോൺസർ പറയുന്നതനുസരിച്ച് ആണ് എങ്കിൽ, അത് നമ്മൾ വിശ്വസിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ മത്സരത്തിന് മെസ്സിയും അർജന്റീനയും എത്തിയേക്കാം. പക്ഷേ അതിന്റെ സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കായിക നിരീക്ഷകരടക്കം പറയുന്നത്. ലത്തീൻ സഭ കൊച്ചി രൂപതയ്ക്ക് പുതിയ ബിഷപ്പ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് രൂപതാ ബിഷപ്പ്. ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിലാണ് കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പിനെ പ്രഖ്യാപിച്ചത്. തുടർന്ന് ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൌസിലെ ചാപ്പലിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രഖ്യാപനം നടത്തി. കുമ്പളം സെന്റ് ജോസഫ് പള്ളി വികാരിയും കൊച്ചി രൂപതാ കോടതിയുടെ ജുഡീഷ്യൽ വികാറുമാണ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ. 19 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊച്ചി രൂപതയിൽ ബിഷപ്പിനെ പ്രഖ്യാപിക്കുന്നത്.
ഷോൾ അണിയിക്കുന്നതിനായി അംബ്രോസ് ജനാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ്. നാളെ വടക്കൻ കേരളത്തിൽ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 27-ന് ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആൻഡമാൻ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് നാളെ അതിതീവ്ര ന്യൂനമർദ്ദമായും 27-ന് ചുഴലിക്കാറ്റായും മാറുമെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മഴയുണ്ട്. തെക്കൻ കേരളത്തിൽ വ്യാപകമായ നാശവും സംഭവിച്ചിട്ടുണ്ട്. അരുവിക്കരയിൽ മണ്ണിടിച്ചിലിൽ വീട് തകർന്നു. നെയ്യാർ ഡാം തുറന്നു. വാമനപുരം നദിയിലും ജലനിരപ്പ് ഉയർന്നു. കനത്ത മഴയിൽ തിരുവനന്തപുരത്തെ മലയോര തീരമേഖലയിൽ വ്യാപക നാശമുണ്ടായി. അരുവിക്കര മുളേറ പ്രദേശത്ത് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വീട് തകർന്നു. കൃഷിയിടങ്ങൾക്കും സാരമായ നാശമുണ്ടായി. 200 മീറ്ററോളം ഭാഗമാണ് ഇടിഞ്ഞത്. ഇടിഞ്ഞു വീണ മണ്ണ് വട്ടത്തിങ്കര തോട്ടിലേക്ക് പതിച്ചു. പുലർച്ചെ 2-നും 4-നും ഇടയിലാണ് അപകടം. വീടിന്റെ അടിഭാഗത്തെ മണ്ണ് മുഴുവനായും ഒലിച്ചുപോയി. വർക്കലയിലും തീരദേശ മേഖലയിലും ഇടവിട്ട് ശക്തമായ മഴയാണ്. വാമനപുരം നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയർന്നിട്ടുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വർക്കല TS കനാൽ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ മഴയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കാരണം ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കണിയാപുരം മുതൽ വെട്ടുറോഡ് വരെയുള്ള ഭാഗത്താണ് പ്രധാനമായും ഗതാഗതക്കുരുക്ക് രൂക്ഷം. ജലനിരപ്പ് ഉയർന്നതോടെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 6-ന്റെ കരയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ റെസ്റ്റോറന്റുകളിൽ GST വകുപ്പിന്റെ പരിശോധന. ഓപ്പറേഷൻ ഹണി ഡ്യൂക്സ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ 157.87 കോടി രൂപയുടെ വിറ്റുവരവ് വെട്ടിപ്പ് കണ്ടെത്തി. GST വകുപ്പ് ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ആണ് പരിശോധന നടത്തിയത്. 42 റെസ്റ്റോറന്റുകളിൽ ഒരേ സമയമായിരുന്നു പരിശോധന. 7.89 കോടിയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തി. പ്രചാരണ ചൂടിൽ ബീഹാർ. കാട്ടുനീതിയിലേക്ക് തിരിച്ചു പോണോ അതോ വികസനം വേണോ എന്ന് ബീഹാർ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തതിന് ഇന്ത്യ മുന്നണിയെയും വിമർശിച്ചു. ഗഗാരിയ ജില്ലയിൽ പൊതുറാലിയിലാണ് അമിത്ഷാ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. മനു ഭരത് വിവരങ്ങളുമായി. മനു, ഇന്നലെ തൊട്ട് തന്നെ പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് അല്ലെങ്കിൽ തീവ്രമായ ആവേശത്തിലേക്ക് പോകുന്നതാണ് NDA ക്യാമ്പിൽ കാണുന്നത്. ഇന്ന് എന്തൊക്കെയാണ് അമിത്ഷാ പറഞ്ഞത്? ഇന്ന് പ്രധാനമായും അമിത്ഷാ ഉന്നയിച്ചത് 2 പ്രധാന വിഷയങ്ങളായിരുന്നു. ലാലു യാദവിൻ്റെ കാലഘട്ടത്തിൽ ബീഹാറിലുണ്ടായിരുന്നത് ഒരു ജംഗിൾ രാജാണ്. ആ വനനീതിയിലേക്ക് വീണ്ടും തിരിച്ചു പോകണോ അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയം വേണോ എന്ന് ബീഹാർ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തെ സംബന്ധിച്ച് അമിത്ഷാ ഇന്ന് പൊതുയോഗങ്ങളിൽ ഒക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഖഗാരിയയിലും അതുപോലെ മുംഗേറിലും ബീഹാർ ഷെറീഫിലുമൊക്കെയാണ് അമിത്ഷായുടെ പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നത്. അവിടെയെല്ലാം വ്യക്തമാക്കിയ ഒരു കാര്യം, നിരവധി നുഴഞ്ഞുകയറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവരെല്ലാം പുറത്താക്കുന്നതിന് വേണ്ടിയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവന്നത്. രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലും അത് നടത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ ഈ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി ഒരു വോട്ടർ അധികാർ യാത്ര നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ രക്ഷിക്കുന്ന ഒരു നുഴഞ്ഞുകയറ്റ അധികാർ യാത്ര നടത്തണം എന്നുകൂടിയൊക്കെയുള്ള ഒരു ആക്ഷേപം, തരത്തിലൊക്കെ ആക്ഷേപമാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി സമസ്തിപൂറിലും അതുപോലെ ബേഗുസരായിലുമൊക്കെ പ്രചരണം വ്യാപകമായി നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ തുടർന്ന് ആ ശക്തമായ ഒരു പ്രചരണം. നിതീഷ് കുമാർ ആകട്ടെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് പരമാവധി ആർജിക്കാനുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. തൻ്റെ സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകിയ സംഭാവനകൾ എന്ത് എന്ന്
പല ഘട്ടങ്ങളിലും എടുത്തു പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തെ പിന്തുണയ്ക്കാൻ ഉള്ള ഒരു അല്ലെങ്കിൽ അവരുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ ഉള്ള ഒരു ശ്രമം അവിടെ നടത്തുന്നു. അങ്ങനെ NDA ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം മറുവശത്ത് ഇന്ത്യ മുന്നണിയും ഈ ബീഹാറിൽ നിതീഷ് ഇനി അധികാരത്തിൽ വരില്ല, NDAക്കകത്ത് വിള്ളലുകളുണ്ട്, അധികാരം ഏറ്റെടുത്താൽ തന്നെ നിതീഷിനെ NDA മുഖ്യമന്ത്രിയാക്കില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥയെ നേരിടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു വാദപ്രതിവാദവും തർക്കവും അനുദിനം ബീഹാറിൽ ചൂടുപിടിച്ച് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നത്. മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 200 മീറ്റർ മത്സരങ്ങൾ പൂർത്തിയായി. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അത്ലറ്റിക് മത്സരത്തിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 14 സ്വർണവുമായി പാലക്കാടും 10 സ്വർണവുമായി മലപ്പുറവും പോയിന്റ് ടേബിളിൽ 1-2 സ്ഥാനത്തുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഹരി, ആവേശകരമായ 200 മീറ്റർ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. വികാരഭരിതമായ നിമിഷങ്ങളൊക്കെ കണ്ടു. അവസാന ടേബിളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ആവേശഭരിതം തന്നെയായിരുന്നു 200 മീറ്റർ. ഇന്നത്തെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം തന്നെയായിരുന്നു 200 മീറ്റർ. ആ 200 മീറ്ററിൽ നമ്മൾ കണ്ട കാഴ്ചകൾ സത്യം പറയുകയാണെങ്കിൽ സിനിമകളെ വെല്ലുന്ന പല ട്വിസ്റ്റുകളും ഉണ്ടായിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു 200 മീറ്റർ. പ്രത്യേകിച്ച് ആദിത്യ അജി കഴിഞ്ഞ 2 സ്വർണ്ണങ്ങൾ, പ്രത്യേകിച്ച് ഹേർഡിൽസിലും 100 മീറ്ററിലും സ്വർണ്ണം നേടിയ ആദിത്യ 200 മീറ്ററിന്റെ അവസാന ഒരു മൈക്രോ സെക്കൻഡിലാണ് ആദിത്യ അജിക്ക് സ്വർണ്ണം ലഭിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ആദിത്യ പോലും തനിക്ക് വെള്ളിയായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഫോട്ടോ ഫിനിഷിന് വേണ്ടിയിട്ട് സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴേക്കും ആദിത്യ അജിക്ക് സ്വർണ്ണം കിട്ടുന്നത്. അങ്ങനെ ഒരു വലിയ ട്വിസ്റ്റും കൂടി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ആൻവി സബ് ജൂനിയർ വിഭാഗത്തിൽ, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആൻവിക്ക് ഇന്ന് സ്വർണം ലഭിച്ചു. ആൻവി 100 മീറ്ററിൽ വെള്ളി കിട്ടുകയായിരുന്നു. അതിൽ വലിയൊരു നിരാശ ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാർട്ടിംഗ് ആയിരുന്നു ആൻവിക്ക് പിഴച്ചത്. ആൻവിക്കും സ്വർണം കിട്ടുന്നു. ബാക്കി 100 മീറ്ററിൽ ഏകദേശം അതേപോലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അന്ന് ഇപ്പം അന്ന് സ്വർണം നേടിയെടുത്ത പലരും, അതുൽ ടീം തന്നെയാണ് വീണ്ടും ജൂനിയർ വിഭാഗത്തിൽ, സീനിയർ വിഭാഗത്തിൽ, ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടുന്നത്. അങ്ങനെ 100 മീറ്ററിലുണ്ടായ അതേ കാര്യങ്ങൾ പലതും ഉണ്ടാകുകയും ചെയ്തു. ദേവനന്ദ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടേണ്ടതാണ്. 100 മീറ്ററിൽ സ്വർണ്ണം നേടിയ ദേവനന്ദ വീണ്ടും ഒരു ഇരട്ടി സ്വർണ്ണമാണ് ഇത്തവണ 200 മീറ്ററിൽ നേടിയത്. അപ്പൻഡിക്സിന് ഓപ്പറേഷന് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡോക്ടർമാർ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ മീറ്റ്സിൽ പങ്കെടുത്തോ എന്ന് ദേവനന്ദയുടെ അച്ഛനോടും കോച്ചിനോടും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും തന്റെ ആത്മവിശ്വാസവും തന്റെ വിശ്വാസം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ദേവനന്ദ ഈ രണ്ടാമത്തെ സ്വർണ്ണം. അങ്ങനെ 200 മീറ്റർ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ ഉൾപ്പെടെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇനി പോയിന്റ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത്ലറ്റിക്സ് വിഭാഗത്തിൽ 14 സ്വർണവുമായി പാലക്കാടും 10 സ്വർണവുമായി മലപ്പുറവും നിൽക്കുകയാണ്. നമ്മൾ ഓരോ 200 മീറ്ററും ഹേർഡിൽസും ഒക്കെ നോക്കുമ്പോൾ പോലും പാലക്കാട് മലപ്പുറം പാലക്കാട്, അങ്ങനെയാണ് ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, കട്ടക്ക് വാശിക്ക്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഇനി ആർക്കും തൊടാനാവില്ല എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന രീതിയിൽ തിരുവനന്തപുരം അങ്ങ് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത് ബഹുദൂരം മുന്നിലാണ്. 1500 പോയിന്റിന് തൊട്ടരികിലാണ്. ഇപ്പോൾ നിലവിലത്തെ പോയിന്റ് പ്രകാരം 1482 പോയിന്റാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള തൃശ്ശൂർ 700 പോയിന്റ് പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 696 പോയിന്റാണ് തൃശ്ശൂരിന്റെ പക്കലുള്ളത്. അക്വാട്ടിക്സ് അത് തന്നെയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ അക്വാട്ടിക്സിന്റെ മാത്രം കണക്കുകൾ തിരുവനന്തപുരത്തിലേക്ക് എടുത്തു നോക്കിയാൽ തിരുവനന്തപുരം നേടിയെടുത്തത് 73 സ്വർണ്ണ മെഡലാണ് അക്വാട്ടിക്സിൽ മാത്രം. 2ാം സ്ഥാനത്തുള്ള തൃശ്ശൂർ ആവട്ടെ 16 സ്വർണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 57 സ്വർണ്ണം മെഡലിന്റെ വ്യത്യാസമുണ്ട് അത് തമ്മിൽ. എന്തായാലും 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകും. അതിനി എത്ര വലിയ മഹാത്ഭുതം സംഭവിച്ചാൽ പോലും അതിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം തന്നെ നേടിയെടുക്കുകയും ചെയ്യും. അത്ലറ്റിക്സ് വിഭാഗത്തിൽ പാലക്കാട് മലപ്പുറം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇനിയും ഒരുപാട് വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നാളെ കൂടുതൽ ഗെയിംസിന് കൂടുതലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏതായാലും വാശിയേറിയ മത്സരങ്ങൾ വീണ്ടും ട്രാക്കിൽ അരങ്ങൊണ്ടിരിക്കുകയാണ്. പല ഇമോഷണൽ നിമിഷങ്ങളും നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നല്ല ഹോക്കി സ്റ്റിക്ക് വാങ്ങാൻ പണമില്ല. ഗതികേട് കൊണ്ട് സ്പോൺസർമാരെ തേടുകയാണ് കോട്ടയം ജില്ലാ സീനിയർ പെൺകുട്ടികളുടെ ഹോക്കി ടീം. 500 രൂപയുടെ ഹോക്കി സ്റ്റിക്കുമായി സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ ഈ മിടുക്കികൾക്ക് മനസ്സിൽ ഹോക്കി മാത്രമേ ഉള്ളൂ. സ്പോൺസർ ഇല്ലാത്തതിന്റെ പേരിൽ മുടങ്ങിപ്പോകരുത് ഇവരുടെ കഴിവുകൾ. സന്മനസ്സുള്ളവർ കാണുക. 8 വർഷങ്ങൾക്ക് ശേഷം കോട്ടയം ജില്ലാ ടീം ഇത്തവണ ഹോക്കി മത്സരത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അത് എന്റെ കൂടൊപ്പമുള്ള ഈ പെൺപുലികളാണ് മത്സരിക്കാനായി ഇറങ്ങുന്നത്. പക്ഷേ ഇവർക്ക് കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. പല രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് ഇടയിലൂടെയാണ് അവർ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. സാമ്പത്തികമായി വലിയ മുന്നോട്ട് നിൽക്കുന്ന ആളുകളുമല്ല ഇവർ. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് മത്സരമാണ്, കളിയാണ്, വാശിയാണ്. അതിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം അനഘ, ശിവകീർത്തൻ, ആവണി, ശ്രാവന്തി, അനൂയ, ലിയോണ, അനുഷ, അനഘ, ലത, രശ്മി,
ഭദ്രാഞ്ജന. ഈ പറഞ്ഞ നിങ്ങളുടെ ടീം മാത്രം വലിയ ശക്തമാണ്. എന്നോടൊപ്പം ഞാനിപ്പോൾ അധ്യാപകനോട് ചോദിക്കാം. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമാക്കി തരും എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. സാർ, ഇപ്പം 8 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ? മെയിനായിട്ട് ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഒരു ഫുട്ബോൾ മതി. ഹോക്കി സ്റ്റിക്ക് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ 600-800 രൂപയുടെ സ്റ്റിക്കായിട്ടാണ് കളിക്കുന്നത്. കൊല്ലത്ത് എൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, സായിയുടെ കുട്ടിയായിരുന്നു. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ ഈ വർഷം നടന്നപ്പോൾ 45,000 രൂപയുടെ സ്റ്റിക്കായിട്ടാണ് വന്നത്. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികൾക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയേ തീരും. ഇപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിമൻസ് ഫുട്ബോൾ കോച്ചായിരുന്നു. ആ സമയത്ത് നമ്മുടെ ടീമായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ടീമുകളിലൊന്നായിരുന്നു ഈ മേവള്ളൂർ കുഞ്ഞിരാമ മെമ്മോറിയൽ സ്കൂൾ ടീം. അതിനുശേഷം ഇപ്പോൾ AJ ജോൺ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെയുള്ള സ്കൂളിലെ കുട്ടികളെയാണ് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ഈ വർഷം നമ്മൾ കൊണ്ടുവരുന്നത്. അന്നും ഹോക്കിയിൽ കേരളത്തിലെ നല്ലൊരു ടീമുകളിൽ ഒന്നായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് നമുക്ക് നാളത്തെ ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങുമ്പോൾ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി അടുത്ത വർഷമെങ്കിലും പഴയ രീതിയിൽ നല്ല രീതിയിലൊരു ടീമാക്കി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അതായത് സാധാരണ നമ്മൾ ഈ കാണുന്നത് പോലെ, അതായത് ഇപ്പൊ ഒരു മിനിറ്റ്, ഈ ഒരു സ്റ്റിക്കിന് മാർക്കറ്റ് റേറ്റിൽ അല്ലെങ്കിൽ സാധാരണ ഇതുപോലെ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോഴേക്കും ഇത് വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് 10,000 രൂപ അറ്റ്ലീസ്റ്റ് ഇതുപോലത്തെ ഒരു കോമ്പറ്റീഷൻസ് വരുമ്പോൾ. ഇത് കയ്യിലുള്ള സ്റ്റിക്ക് ഏകദേശം ഇതൊരു 500-600 ആണ്. ഇതിന്റെ ഒരു 1000 മാക്സിമം ഇതിന്റെ ഒരു റേഞ്ച്. ഞാൻ പറയുന്നത് സ്റ്റേറ്റ്സ് കളിക്കാൻ വരുന്ന കുട്ടികളുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇവർക്ക് അർജന്റ്ലി നീഡഡ് ഒരു സ്പോൺസർഷിപ്പാണ്. കാരണം ഇതുപോലെ ഒരു കോമ്പറ്റീഷന് വരുമ്പോഴേക്കും ഇവരുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, ഇവരുടെ ഒരുപാട് നാളത്തെ പരിശ്രമമായിരിക്കും. ആ രീതിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ബേസിക് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇവർ കളിക്കേണ്ടതാണ് ഇത് വെച്ചിട്ട്. അതിന് ഇവർക്ക് സാമ്പത്തികമായിട്ട് പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവരുടെ അവസരങ്ങളില്ലാതായി പോകും. ഇവർക്ക് കളിക്കേണ്ട രീതിയിൽ കളിക്കാതെ പറ്റാതായി പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പോൺസർഷിപ്പിനെ തേടുകയാണ് എന്നുള്ളത് ഈ കോച്ച് തന്നെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്. ആവശ്യം വളരെയധികം ന്യായമുള്ളതാണ്. അതുകൊണ്ട് കണ്ണു തുറക്കാൻ പറ്റുന്നവർ കണ്ണു തുറക്കുക. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.